നാണയത്തിന് സക്കാത്തായി വേണം 595 ഗ്രാം വെള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് വില അധികം ഉണ്ട്. 1.5 ലക്ഷത്തോളം ഉറുപ്പ് വരും. ഒരു വർഷത്തിൽ അത്ര സേവ് ചെയ്യാൻ പറ്റുന്ന ആൾ എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ബാലൻസ് നോക്കിയിട്ട് 2.5% കൊടുക്കും. ഒരു വിധമൊക്കെ വരുമാനമുള്ളവർക്കൊക്കെ ചെറിയൊരു വിഹിതം ഉണ്ടാവുള്ളൂ കൊടുക്കാൻ. ആ വിഹിതം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ആഭരണം 10 പവനിലധികം ആരെത്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവരാ സക്കാത്ത് എന്ത് ചെയ്യണം? ഇതൊക്കെ എന്താ പറയുക, പടച്ചോൻ പരമാവധി ഇളവാകുന്നത് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. ഒരു വർഷത്തിലൊക്കെ ഒരു കൊല്ലം തികയുമ്പോഴേ കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ നിസാബ് എത്തണം. എല്ലാറ്റിനും കൃഷിക്കൊരു നിസാബുണ്ട് അല്ലേ? 6 കിൻഡൽ 600 കിലോ അരിയുടെ വില എത്രയാണോ അത്ര വരുമ്പോഴാണ് ഒരു പ്രാവശ്യം തേങ്ങട്ടീൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാറ്റിനും ഒരു കണക്കുണ്ട്. പലതും ഒഴിവാക്കി അല്ലാഹു അല്ലേ? നമ്മുടെ വീടിന് എത്ര ഉറുപ്പ് ഉണ്ടാവും സുഹൃത്തുക്കളെ? ഒരു 30 ലക്ഷം 40 ലക്ഷം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10 ലക്ഷമെങ്കിലും ഉണ്ടാവും ഒരു വീടിന്. അതിന് കൊടുക്കണ്ടേ? കൊടുക്കണം പറഞ്ഞാൽ നമ്മളെന്താ കേട്ടെ? നമ്മുടെ വണ്ടിക്ക്, വാഹനത്തിന് കോടികളുടെ വിലയുള്ള വാഹനം ഉപയോഗിക്കുന്നത്, അതിന് കൊടുക്കേണ്ട സക്കാത്ത്. മനസ്സിലായി? നമുക്കൊരു വാടക കെട്ടിട്ടുണ്ടെങ്കിൽ ആ വാടക കൊടുത്താൽ മതി, കെട്ടിടത്തിന് കൊടുക്കണ്ട. അള്ളാഹു എന്തൊക്കെ ഇളവ് ചെയ്തു അതൊക്കെ നിശ്ചയിച്ച് നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് നമ്മുടെ കച്ചവടത്തിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു 2% നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം എന്നുള്ളതാണ്.